എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കാണും. നിങ്ങളുടേതായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അടുത്ത് പ്രാർത്ഥിക്കുക കേട്ടോ. എന്നിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരേപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തോന്നുകയാണെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ വിടാം. ഓക്കെ, ഒരുപാട് പേര് കാണുമ്പോൾ പലരുടെയും എനർജി ഉണ്ടായിരിക്കും. നിങ്ങളുടേതായിട്ട് തോന്നുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ വിടാം. നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഇതിൽ വാട്സാപ്പ് നമ്പറിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ സ്ക്രീനിൽ എൻ്റെ നമ്പർ കാണാം. അതിൽ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്തും തന്നാൽ നന്നായി. അല്ലെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഏതിന് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം റിലേഷൻഷിപ്പിന് മാത്രമല്ല ഇത് നോക്കുന്നത്, ഏതിന് വേണമെങ്കിലായിട്ടും എന്ത് കാര്യത്തിനായാലും നമുക്ക് ഇത് നോക്കാവുന്നതാണ് കേട്ടോ. റീഡിങ് എടുക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? യൂണിവേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇത് കുറച്ച് പേർക്കൊരു എന്തെങ്കിലും ചാടെ വീഴുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും ഒന്ന് ചെറിയ തട്ടയും മുട്ട വീഴാനൊക്കെ ഒരു സാധ്യതയുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇത് ചേഞ്ചസ് വരും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒരാളെ ആശ്രയിക്കാതെ തന്നെ നിങ്ങളുടെ സ്വന്തം ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. നല്ലവണ്ണം പൈസയൊക്കെ ഉണ്ട്. പിന്നെ പക്ഷിമൃഗാദികളൊക്കെ ഇഷ്ടമുള്ള ഒരു ലേഡിയാണെന്നാണ് പറയണത്. ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങള്. പിന്നെന്താ, സന്തോഷമായ ജീവിതം സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ, നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് ഏജ് ആയിട്ടുള്ളൊരു സമയത്ത് ഉള്ളൊരു പ്രണയമുണ്ട്. അത് വളരെ എന്താ പറയുക, അവസാന കാലം വരേക്കും കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു പ്രണയമാണെന്നാണ് പറയുന്നത്. എന്താണ്, ഒരു പ്രണയം ഉണ്ടെന്ന് പറയണം നിങ്ങൾക്ക്. അപ്പം അത് ചെറിയ കുട്ടികളിലല്ല, മാരേജ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ടുള്ളൊരു പ്രണയമാണ് അത്. അപ്പം അത് നിങ്ങൾക്ക് ലാസ്റ്റ് വരേക്കും
ഉണ്ടാവുന്നതാണ്. അത് ലാസ്റ്റ് വരെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രണയമാണെന്നാണ് പറയണത് കേട്ടോ. പിന്നെ ജസ്റ്റിസ് ഉണ്ട്, നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകണമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഇപ്പൊ എന്തെങ്കിലും കോടതി കേസൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അത് വരും, ആ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കോടതിയിൽ നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഒന്നല്ല ഡിവേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വിധി വരാൻ പോകുന്നത്. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മില് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങള്, ചില സംഘടനകൾ ഉണ്ടാവാ. പിന്നെന്താ ഇപ്പൊ അങ്ങനെയാണ് നടക്കുന്നത്. ഇനി അത് മാറി നല്ലൊരു ഇത് വരാൻ പോകുന്നുണ്ട്, നല്ലൊരു തുടക്കങ്ങൾ ഇനി വരാൻ പോകുന്നുണ്ട്, പുതിയ പുതിയ തുടക്കങ്ങൾ, ഇനി നല്ല സ്നേഹമൊക്കെ ഉണ്ടാവുന്നാ പറയുന്നത്. ഇനി നല്ലൊരു ബന്ധത്തിന്റെ ഒരു തുടക്കമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ആ ബന്ധം ഇനി നല്ലതായിട്ട് വരും. ഇപ്പോഴുള്ള ബന്ധം ഇനി നല്ലതായിട്ട് വരും എന്നാ പറയുന്നത്. നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഐഡിയാസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. നല്ലവണ്ണം വിജയം കൈവരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ. സ്വന്തമായി അഭിപ്രായമുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ലക്ഷ്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ എന്തെങ്കിലും എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എത്തിച്ചേരും. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവായാലും തമ്മിൽ എന്താ പറയാ, അവർ തമ്മിലായാലും ഇങ്ങനെ അകന്നിരിക്കുക, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉള്ളതെന്നാണ് പറയുന്നത്. പിന്നെ ഇനിയൊരു നല്ലൊരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല സന്തോഷകരമായ പുതിയൊരു തുടക്കം ഇനി നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താണ് ഇനി നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്. ഇപ്പൊ നിങ്ങളെ മിണ്ടുന്നതിന്, നിങ്ങളുടെ വ്യക്തി നിങ്ങളായിട്ട് മിണ്ടുന്നില്ല, ഇനി അത് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഇനി പല വിധത്തിലൂടെ ഒക്കെ നിങ്ങൾക്ക് പണങ്ങൾ വരാം നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബണ്ടന്റ് വരുന്നുണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീടാ, പ്രോപ്പർട്ടിയാ, കാറാ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയാ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ടൊരു സാധ്യതയുണ്ട് കേട്ടോ. അഭിവൃദ്ധി, സമ്പത്തും എല്ലാം നിങ്ങളിലേക്ക് വരുന്ന പറഞ്ഞ സമൃദ്ധി, സ്ഥിരതയും സുരക്ഷിതത്വവും എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് വിജയമാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ട്രാവല് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങള് ഒരു ട്രാവലിനൊരു കുറെ കാലത്തെ പ്രവർത്തനത്തിന് ശേഷമുള്ളൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധിക്കാം. അല്ലെങ്കിൽ കുറച്ചു കാലം അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ എന്തിനെങ്കിലും വേണ്ടിയൊക്കെ പോരാടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ശേഷമുള്ളൊരു ഐക്യം. ഇനിയിപ്പോ നിങ്ങളുടെ വ്യക്തി തമ്മിൽ കുറെ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ അകന്നിരിക്കായിരുന്നു, കോണ്ടാക്ട് ആയിരുന്നു എങ്കിലേ ഇനി അതൊക്കെ മാറി ഒരു ഐക്യം വരുന്നുണ്ട്. ഇനി പ്രണയത്തിലേക്കുള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വന്ന് വിളിക്കാനോ നിങ്ങളെ വന്ന് കാണാനോ ഒക്കെ ഒരു സാധ്യതയാണ് പറയണത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയണത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താ ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. സമാധാനം, ഐക്യത്തിലേക്കൊക്കെ വരുന്നുണ്ട്. എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന പറയുന്നത്. ഇനി എന്തായാലും തടസ്സങ്ങളൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ വേദനയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആശ്വാസമാണ് ഇനി വരുന്നത്. പുറത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ യാത്രയ്ക്ക് പുറത്ത് ദൂര സ്ഥലങ്ങളിൽ വിദേശയാത്ര ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ ആയിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാം. അന്താരാഷ്ട്ര യാത്രകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാം. ഇനി നിങ്ങൾക്ക് പുരോഗതിയും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന് രോഗശാന്തി, അതിന് ശാന്തിയാണ് വരുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഇനി പുരോഗതിയാണ് ഇനി വരുന്നത്. ഇനി നല്ല നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. പിന്നെന്താ നിങ്ങളെന്താ നല്ലൊരു മറ്റുള്ള അഡ്വൈസറാ, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ
നോക്കുന്ന ആൾക്കാരാ, അതൊക്കെ പിന്തുടർന്ന് പോണ ആൾക്കാരാ ഒക്കെ ആയിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒരു അബണ്ടന്റ് നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെന്താ, ഒരു ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് എന്തായാലും മറ്റുള്ളവർ അറിയപ്പെടാവുന്ന ഒരാളാണ് നിങ്ങള്. ഇനിയിപ്പോ നിങ്ങളിലേക്ക് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട്. നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വരുന്നു എന്നാ പറയണത്. ആരെങ്കിലും നിങ്ങളായിട്ടൊരു പുതിയതായാലും അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പിനെ വീണ്ടും വരിക, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. നിങ്ങൾ നല്ല ഒരുപാട് അറിവും ബുദ്ധിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു. എല്ലാത്തിന്റെ കീ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല അറിവുള്ള വ്യക്തിയാണ്. നല്ലോണമൊക്കെ ചിന്തിച്ചിട്ടൊക്കെ എല്ലാ കാര്യത്തിനും വേണ്ടി തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ഒരു പുതിയ സംരംഭം ആരംഭിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള തന്നെ പുതിയ ഒന്നും കൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങാനോ അതിനൊക്കെ ഒരു ഇങ്ങനെ ആലോചനയുണ്ട്. അത് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കണു. അത് നടക്കുന്ന പറയണം. ജോലി സംബന്ധമായിട്ടും ഇനി സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നല്ല മാറ്റങ്ങളാണ് വരുന്നത്, വളർച്ചയാണ് ഇനി വരുന്നത്. നിങ്ങളെ എന്തിനു വേണ്ടിയൊക്കെയാണ് കഠിനാധ്വാനം ചെയ്യുന്നത് അതിനൊക്കെ ഇനി വിജയം ഉണ്ടാവുന്ന പറയണത്. നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവാൻ പറ്റുമെന്നാ പറയുന്നത്. അതൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്, അത് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ കൂടുതൽ ശ്രദ്ധിച്ചു പോവാ, വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെന്താ, ഇനി നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങളാണ് വരുന്നത് നിങ്ങളിലേക്ക് കേട്ടോ. നിങ്ങളൊരു പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യണേന്നാണ് പറയണത്. നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം നടക്കാൻ പോവാണ്. ഇനി നിങ്ങളുടെ എന്താ പറയാ, മുന്നോട്ട് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നാ പറയുന്നത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ധൈര്യം കൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെച്ച എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാ പറയുന്നത്. നിങ്ങൾ നല്ല വിൽ പവർ ഉള്ള ആൾക്കാരാണ്. കോൺഫിഡൻസോട് കൂടിയൊക്കെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്നാ പറയുന്നത്. ഇപ്പൊ കുറച്ച് പേർക്ക് ആകെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്ക് നീങ്ങണം, എന്ത് നീങ്ങണം എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ആകെ സ്റ്റക്കായി നിൽക്കും, ഒന്നിനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു സ്തംഭനാവസ്ഥ, പ്രതിസന്ധി, ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പൊ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെ മാറി വരും. മൊത്തത്തിൽ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിനൊക്കെ നല്ലൊരു മാറ്റാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനല്.